നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. 2023 പോയി മറയുമ്പോൾ പുതുപ്രതീക്ഷകളുടെ ലോകം 2024 വരവേൽക്കുകയാണ്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. പുതുപ്രതീക്ഷകളോടെ ലോകം 2024 വരവേൽക്കാനായി ഒരുങ്ങുന്നു. നാടാകെ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കർശന നടപടികളുമായി പോലീസ്. കേച്ചേരി മത്തനങ്ങാടിയിൽ വീട്ടിൽ കയറി അമ്മയെയും മകനെയും ആക്രമിച്ച കേസ് 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റാട്ടുകര കമ്പടി തിരുനാളിന്റെ ഒരുക്കങ്ങളാകുന്നു. വിവിധ വകുപ്പുകൾ കൽവിളക്ക് തെളിയിച്ചു. 254 കമ്പടി തിരുനാളിന്റെ ഭാഗമായി തിരുനാളിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അമ്പും കൽവിളക്ക് തെളിയിക്കലിനും തുടക്കമായി. വാർത്തകൾ വിശദമായി. പുതുവർഷത്തെ വരവേൽക്കാനായി ഒരുങ്ങി ലോകം. നാടും നഗരവും ഇന്ന് ആഘോഷാരവങ്ങൾ കൊണ്ട് മുഖരിതമാകും. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരിലും പുതിയ പ്രതീക്ഷകളാണ്. പോയ വർഷത്തിന്റെ പരാധീനതകളും പരിഭവങ്ങളും എല്ലാം മറന്ന് പുതിയ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളുടെ നല്ല കാഴ്ചയാണ് നാം കാത്തിരിക്കുന്നത്. ഇന്നത്തെ രാത്രി കളർഫുള്ളാക്കാനുള്ള തിരക്കിലാണ് ജനങ്ങൾ. ആട്ടവും പാട്ടും തുടങ്ങിയ ആഘോഷ പരിപാടികളുമായി മതിമറക്കുന്ന ദിനമാണ്. വിവിധ സംഘടനകളും പുതുവത്സരാഘോഷം മനോഹരമാക്കാൻ വ്യത്യസ്തമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതുവത്സരാഘോഷങ്ങൾ കർശനമായി നിരീക്ഷിക്കാൻ പോലീസും സജീവമായി രംഗത്തുണ്ട്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉപയോഗത്തെക്കുറിച്ചും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ആക്രമണങ്ങളും അപകടങ്ങളും ഇല്ലാതെ പുതുവർഷത്തെ വരവേൽക്കാൻ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വമായ പുതുവത്സരാശംസകൾ നേരും. അശരണരായ 100 പേർക്ക് 2 ലക്ഷം രൂപയുടെ സഹായം നൽകി ഗുരുവായൂർ മെട്രോ ക്ലബ്ബ് ക്രിസ്മസ് പുതുവത്സരം ആഘോഷിച്ചു. മെട്രോ ഹാളിൽ നടന്ന സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗിരീഷ് C ഗീവർ, KB ഷൈജു, VK അനിൽകുമാർ, ജോർജ് തരകൻ, ബിന്ദു ജെയ്സൺ, KR ചന്ദ്രൻ, ബാബു വർഗീസ്, TD വാസുദേവൻ, ചാർലി മാളിയമ്മാവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ്ബ് കുടുംബങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പുതുവത്സരാഘോഷം കർശന നിർദ്ദേശവുമായി ചാവക്കാട് പോലീസ്. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന പരിപാടികൾ നിയമവിധേയമായി മാത്രമേ നടത്താൻ അനുവദിക്കുകയുള്ളൂവെന്ന് പോലീസ് വ്യക്തമാക്കി. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗം വിലക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പരിപാടികളൊന്നും അനുവദിക്കില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് ഉപയോഗിച്ചുള്ള കർശന വാഹന പരിശോധനകൾ സജീവമാക്കിയിട്ടുണ്ട്. കൂടാതെ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും SHO വിപിൻ വേണുഗോപാൽ അറിയിച്ചു. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹവർഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ മുഖ്യാതിഥിയായി. ടെമ്പിൾ പോലീസ് SHO C പ്രേമാനന്ദകൃഷ്ണൻ പുതുവത്സര സന്ദേശം നൽകി. മാധ്യമരംഗത്ത് 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ജനു ഗുരുവായൂരിനെ ചടങ്ങിൽ ആദരിച്ചു. VP വർഗീസ്, PV രാധാകൃഷ്ണ വാര്യർ, അനിൽ കല്ലാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ. ശക്തമായ കാറ്റിൽ കുന്നംകുളം അഞ്ഞൂർ റോഡിൽ ഗേൾസ് സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം റോഡിലേക്ക് വീണു. ഗേൾസ് സ്കൂളിന് സമീപം താമസിക്കുന്ന ചന്ദ്രനിവാസിൽ സന്തോഷിന്റെ പറമ്പിലെ പ്ലാവാണ് റോഡിലേക്ക് വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 സംഭവം. മരം വീണതോടെ പൂർണ്ണമായും മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെയും കുന്നംകുളം നഗരസഭാ ജീവനക്കാരുടെയും കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് റോഡിൽ നിന്നും മരം മുറിച്ചു മാറ്റാനായത്. നാട്ടുകാരായ ലിജീഷ് ചിറ്റഞ്ഞൂർ, പ്രനീഷ് തെക്കേപ്പുറം, രാജേഷ് മാമ്പുള്ളി, കുന്നംകുളം നഗരസഭ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കേച്ചേരി മത്തനങ്ങാടിയിൽ വീട്ടിൽ കയറി അമ്മയെയും മകനെയും ആക്രമിച്ച കേസിൽ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മഴുവഞ്ചേരി വട്ടേക്കാടൻ വീട്ടിൽ അപ്പു എന്ന അജിത്ത്, മത്തനങ്ങാടി മുളയംകുടത്ത് വീട്ടിൽ അജയൻ, കിരാലൂർ കുട്ടംകുളം വെങ്കളത്ത് വീട്ടിൽ ജിത്തു എന്ന പ്രജിത്ത്, മത്തനങ്ങാടി തയ്യിൽ വീട്ടിൽ നിതിൻ എന്നിവരെയാണ് വധശ്രമ കേസ് ചുമത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ എന്നുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 13-നായിരുന്നു സംഘം വീട് കയറി മത്തനങ്ങാടി അരിയംപുറത്ത് അരുൺ, മാതാവ് രേഷ്മ എന്നിവരെ ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതികളെ കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്നാണ് പിടികൂടിയത്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി 8 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 6 വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി 10 മണി വരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നും ഇവർ അറിയിച്ചു. ആശുപത്രികളിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് ജീവനക്കാരെ സംരക്ഷിക്കാനായി സർക്കാർ നിയമനിർമ്മാണം നടത്തിയതുപോലെ പമ്പുകളെ സംരക്ഷിക്കാനും നിയമനിർമ്മാണം നടത്തണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം.
പമ്പുകളിൽ ഗുണ്ടാക്രമണവും മോഷണവും പതിവാണെന്ന് സംഘടന പറയുന്നു. ഡിസംബർ 31 സംസ്ഥാന വ്യാപകമായി സ്വകാര്യ പെട്രോൾ പമ്പുകൾ അടച്ച് സൂചനാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 14 യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത 66 പാപ്പാളിയിൽ കണ്ടെയ്നർ ലോറി പുറകിലോട്ടെടുക്കുന്നതിനെ തുടർന്ന് കാറിലിടിച്ച് യാത്രക്കാരന് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രിയാണ് അപകടം. മന്ദലാകുന്ന കിണർ മരമിലിന് സമീപം വെച്ചായിരുന്നു അപകടമുണ്ടായത്. ദേശീയപാത മുറിച്ച് കടന്ന് ഇലക്ട്രിക് ലൈനിൽ നിന്ന് തീയുയർന്ന ശ്രദ്ധയിൽപ്പെട്ട കണ്ടെയ്നർ ലോറി ഡ്രൈവർ പെട്ടെന്ന് വാഹനം നിർത്തി പുറകിലോട്ടെടുത്തതിനെ തുടർന്നാണ് പുറകിൽ വന്ന കാറിൽ ഇടിച്ചത്. എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നറും മലപ്പുറത്ത് നിന്ന് ഗുരുവായൂർ ദർശനത്തിനായി പോയിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. വടക്കേക്കാട് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ച് യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ പറഞ്ഞുവിട്ടു. അതേസമയം ഇവിടെ ചെറിയ ഒരു കാറ്റുണ്ടായാൽ പോലും ഇലക്ട്രിക് ലൈനുകൾ തമ്മിൽ കൂട്ടിയുരസി സ്പാർക്ക് ഉണ്ടാകുന്നത് നിരവധി തവണ അധികൃതരോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കടവല്ലൂർ എടയൂർ ക്ഷേത്രത്തിൽ മോഷണശ്രമം. എടയൂർ ശ്രീ ലക്ഷ്മണസ്വാമി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് മോഷണശ്രമം ഉണ്ടായത്. രാവിലെ നട തുറക്കാൻ പൂജാരി എത്തിയപ്പോഴാണ് മോഷണശ്രമം വിവരമറിയുന്നത്. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറക്കാൻ മോഷ്ടാവ് ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചിട്ടില്ല. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അനധികൃതമായി കരിങ്കല്ല് ഖനനം നടത്തിയിരുന്നത് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. കല്ല് ഖനനം ചെയ്തിരുന്ന ഒരു ഹിറ്റാച്ചിയും കല്ല് കൊണ്ടുപോയിരുന്ന ഒരു ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. നെല്ലുവായിലെ കുന്നിൽ നിന്നാണ് നിയമവിരുദ്ധമായി കല്ല് പൊട്ടിച്ചെടുത്തിരുന്നത്. വൻതോതിലുള്ള ഖനനത്തെക്കുറിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI അനുദാസ് നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടികൂടിയത്. ഒരേ ദിവസം 2 മരണങ്ങൾ കണ്ടപ്പോൾ തകർന്നത് ബെറ്റി എന്ന വീട്ടമ്മയുടെ സ്വപ്നങ്ങളായിരുന്നു. അമ്മയും മകളും നഷ്ടപ്പെട്ട ആ വീട്ടമ്മയെ നാട്ടുകാർ ചേർത്ത് പിടിച്ചപ്പോൾ അവരുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമായി. അഭയം കൂട്ടായ്മയിൽ നിർമ്മിച്ച വീടിന്റെ കൂദാശ മർത്തോമ പള്ളി വികാരി റവറന്റ് ഐസക് ജോൺസൺ നിർവഹിച്ചു. 6 മാസം മുൻപാണ് പോർക്കുളം ചെറുവത്തൂർ വീട്ടിൽ ബെറ്റിക്ക് അമ്മ ബേബിയെയും മകൾ അനുബെനിലയെയും നഷ്ടപ്പെട്ടത്. രോഗം ബാധിച്ച അനുബെനിലയുടെ വാർത്തയറിഞ്ഞ് ബേബി ഹൃദയാഘാതം മൂലം മരിക്കുകയായിരുന്നു. ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുന്ന ബെറ്റിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ 7,70,000 രൂപ ചെലവിട്ട് പുതിയ വീട് നിർമ്മിച്ച് നൽകി. വീടിന്റെ താക്കോൽ ദാനം പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, രാജൻ തെങ്ങുങ്ങൾ, വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. കൂദാശയ്ക്കും താക്കോൽ ദാനത്തിനും ശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ദേശീയപാത 66 എടക്കഴിയൂർ ഹൈസ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി കാറുകളിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കുന്നംകുളം തെക്കേതിൽ അശ്വതിക്കാണ് പരിക്ക്. ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയായിരുന്നു അപകടം. പൊന്നാനി ഭാഗത്തു നിന്ന് അമോണിയയുമായി വന്നിരുന്ന ടാങ്കർ ലോറി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ ചാവക്കാട് ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാറിനെ ഇടിച്ച് തെറിപ്പിച്ച് മറ്റൊരു കാറിനെയും ഇടിച്ച് വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ അശ്വതിയെ എടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ഹയാത്ത് ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല മെഡിക്കൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പഴഞ്ഞി MD കോളേജിലെ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ അതിരപ്പള്ളി വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവന്ന NSS സപ്തദിന ക്യാമ്പ് സമാപിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജെസ്സി ഡേവിസ് അധ്യക്ഷത വഹിച്ച സമാപന യോഗം അതിരപ്പള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജേഷ് KK ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ, സ്റ്റുഡന്റ് ലീഡർമാരായ കാർത്തിക് ഘോഷ്, ഫാത്തിമത്ത് ദിയ, ബ്രഹ്മദത്തൻ, അബിയ സാമുൽ എന്നിവർ സംസാരിച്ചു. തുമ്പൂർമൊഴി ഡാം പരിസര ശുചീകരണം, പൂന്തോട്ട നിർമ്മാണം, അതിരപ്പള്ളി പുഴ പരിസരത്തെ പ്ലാസ്റ്റിക് ശേഖരണം, മലക്കപ്പാറ ട്രക്കിംഗ് ഉൾപ്പെടെ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. സ്കൂൾ സാംസ്കാരിക നിലയം MD കോളേജ് NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ച് നൽകാൻ തീരുമാനിച്ചു. ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 90-91 SSLC പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മയിലെ ഡെസ്കും ബെഞ്ചും കൂട്ടായ്മ നവ്യാനുഭവമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് റഫീഖ് അധ്യക്ഷനായി. ഗ്രാമത്തിന്റെ നിറസാന്നിധ്യമായ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, സിനിമ സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ, ചുമർ ചിത്രകാരൻ മണികണ്ഠൻ പുന്നക്കൽ എന്നിവരെ പ്രധാനാധ്യാപിക TS ദേവിക ആദരിച്ചു. പുതുവത്സരാശംസകൾ നേർന്ന് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. EK വിനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് കൂട്ടായ്മ നൽകിയ 4 സൗണ്ട് സ്പീക്കർ PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ ഏറ്റുവാങ്ങി. 3 ഡിവിഷനുകളിൽ നിന്നായി 115ഓളം വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഗ്രൂപ്പ് ഡാൻസ്, സംഘഗാനം, മാപ്പിളപ്പാട്ട്, ഡാൻസ്, തിരുവാതിരക്കളി, ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ലളിതഗാനം, കോൽക്കളി, റാഫിൽ ഡ്രോ, കൈക്കൊട്ടിക്കളി, മ്യൂസിക് ബാൻഡ് എന്നിവയുണ്ടായി. ആദ്യകാലങ്ങളിൽ സ്കൂൾ പരിസരങ്ങളിലെ കണ്ടിരുന്ന ചായക്കടയും ഒരുക്കിയിരുന്നു. പഴയ മിഠായികളും ഉപ്പിലിട്ട വിഭവങ്ങളും വാങ്ങി കഴിക്കാൻ നിരവധി പേർ കടയിലേക്കെത്തി. ഹംസത്ത് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ജെയ്സൺ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പലാവ്.
ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ വിജയത്തിനായി എരുമപ്പെട്ടി മേഖലയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് MV വിനീത് അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷറർ AD അജി, CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. മേഖലാ സെക്രട്ടറി NM മിഥുൻ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ചെയർമാൻ PT ദേവസി, കൺവീനർ NM മിഥുൻ, ട്രഷറർ MV വിനീത് എന്നിവരെ തെരഞ്ഞെടുത്തു. പെങ്ങാമുക്ക് കരിച്ചാലക്കടവ് പാലം 20 വർഷമായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പായി തുടരുകയാണ്. പലതവണ നിർത്തുകയും വീണ്ടും നിർമ്മാണം തുടങ്ങുകയും ചെയ്തിട്ടുള്ള പാലം ഇത്തവണയെങ്കിലും പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കാട്ടകാമ്പൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാനായി 2004 പാലം പണിക്ക് പദ്ധതിയിടുന്നത്. 2005 നിർമ്മാണം തുടങ്ങിയ പാലം പാതി വഴിയിൽ നിലച്ചു. പിന്നീട് 2018 പാലംകം ചെക്ക് ഡാം നിർമ്മിക്കാൻ സർക്കാർ പദ്ധതിയിട്ടു. 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായി പദ്ധതിയിട്ട പാലം പണി 4 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായില്ല. ഇതോടെ പഴയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കമ്പനിയെ സർക്കാർ നിർമ്മാണം ഏൽപ്പിച്ചു. തോടിനു കുറുകെ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് പാലം പണി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഇത്തവണയെങ്കിലും നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ കമ്പടി തിരുനാളിന്റെ ഭാഗമായി വാഹന വെഞ്ചരിപ്പ് നടന്നു. സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254 കമ്പടി തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ വാഹനങ്ങളുടെ വെഞ്ചരിപ്പ് നടത്തി. ബസ്സുകളും കാറുകളും ഓട്ടോകളും ബൈക്കുകളുമായി ഏകദേശം 1000-ഓളം വാഹനങ്ങളാണ് വെഞ്ചരിച്ചത്. വെഞ്ചരിപ്പിന് വികാരി ഫാദർ വിൽസൺ പെടിയത്ത്, സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, വളണ്ടിയർ ക്യാപ്റ്റൻ ഷിൻഡോ തരകൻ, പബ്ലിസിറ്റി കൺവീനർ ജോഷി K വർക്കി, രജീവ് ആന്റണി, ഷാജി തൈക്കാട്ടിൽ, KJ ജോഷി, VP ജോയ് എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 4 മുതൽ 8 വരെയാണ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നത്. അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗികളുടെയും ബന്ധുക്കളുടെയും കുടുംബ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ സംഗമം ഉദ്ഘാടനം ചെയ്തു. മുൻ PSC ബോർഡ് ചെയർമാനും നിലവിലെ വഖഫ് ബോർഡ് ചെയർമാനുമായ അഡ്വക്കേറ്റ് MK സക്കീർ മുഖ്യാതിഥിയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ പദ്ധതി വിശദീകരണം നിർവഹിച്ചു. മൂസ ആലത്തിൽ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ്, വന്ദന, പാലിയേറ്റീവ് നഴ്സ് സിന്ധു, ഡോക്ടർ അശ്വതി അശോക്, ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തുടർന്ന് ബീച്ച് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാനമേള, രമ്യ കൂറ്റനാട്, മനോജ് പുനർജനയുടെ ദൃശ്യചാരുതയുടെ നാട്ടരങ്ങ്, നാടൻപാട്ട് എന്നിവയും ഉണ്ടായി. ഏറ്റവും പ്രായമുള്ള പാലിയേറ്റീവ് കുടുംബാംഗം കേക്ക് മുറിച്ച് ന്യൂ ഇയർ ആഘോഷവും വേദിയിൽ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർമാരും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും നേതൃത്വം നൽകി. വാഗ ആണ്ട് നേർച്ച സമാപിച്ചു. ഡിസംബർ 29, 30, 30 തീയതികളിലായി വാഗ ആണ്ട് നേർച്ചയും ദിക്കർ ഹൽക്ക വാർഷിക ദുആ സമ്മേളനവും അൽഗാദരിയ ശരിയത്ത് അക്കാദമി ആൻഡ് ഹിഫ്ലുൽ ഖുർആൻ കോളേജ് വാർഷികവും വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് സുഹൈൽ കൂരാട് നയിച്ച നസീമുൽ മദീന ഇശൽ സംഘം അവതരിപ്പിച്ച ബുർദയും ഖവാലി നടന്നു. ശനിയാഴ്ച രാവിലെ 9-ന് ഖബർസ്ഥാനിൽ സമൂഹ സിയാറത്തും വൈകിട്ട് 7-ന് സാംസ്കാരിക സമ്മേളനവും നടന്നു. മഹല്ല് രക്ഷാധികാരി NK അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനം പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. ഉസ്താദ് മുഹമ്മദ് സ്വാലിഹ് മുസ്ലിയാർ ദുആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വാഗ മഹല്ല് സെക്രട്ടറി RM സൈനുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ PS ഷിഹാബ് എന്നിവർ സംസാരിച്ചു. രാത്രി 9-ന് ഉസ്താദ് അൽ ഹാജ് ഉമർ അൻവരിയുടെ നേതൃത്വത്തിൽ ദിക്ർ ഹൽഗ ദുആ നടന്നു. അജ്മീർ ദർശ ഷെരീഫ് സയ്യിദ് അലി ഹസൻ ചിസ്തി, സമീദ് മൗലാന മൗലവി അലി ഹാഫിൽ ജീലാനി, അൽഫാജ് സയ്യിദ് മസ്ഊദ് ചിസ്തി ഖാദിരി, സയ്യിദ് അബു ത്വാഹിർ ആലം സിറാജ്, സയ്യിദ് നാഗൂർ അറബി തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി ഷൈഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങി പ്രമുഖ മതപണ്ഡിതരും നേതാക്കളും സംബന്ധിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള അന്നദാനത്തോടെ ആണ്ടുനേർച്ചയ്ക്ക് സമാപനമായി. CCTV ന്യൂസ് കേച്ചേരി. നെല്ലുവായി തൂപ്പിൻ ശ്രീ ചാത്തൻ ഭഗവതി ക്ഷേത്രത്തിൽ മുത്തപ്പൻ കളം നടന്നു. വൈകിട്ട് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം
വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ താളം നടന്നു. നെല്ലുവായി ആലിൻ ചുവട്ടിൽ നിന്ന് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് തായമ്പകയ്ക്ക് ശേഷം ചാത്തൻ, ഭഗവതി, മുത്തപ്പൻ, കോമരങ്ങൾ തുള്ളി കളമെഴുത്തുപാട്ടോടെ സമാപനമായി. ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളായ ടി കെ ഗിരീഷ് കുമാർ, ടി കെ ഭാസ്കരൻ, ടി കെ രാജൻ, ടി കെ പരമേശ്വരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചിറ്റാടുകര കമ്പടി തിരുനാൾ കൽവിളക്ക് തെളിയിച്ച് വിവിധ വകുപ്പുകൾ. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 254 കമ്പടി തിരുനാളിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ തിരുനാളുകൾക്ക് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അമ്പും കൽവിളക്ക് തെളിയിക്കലിനും തുടക്കമായി. കൃഷി, പോലീസ്, വിദ്യാഭ്യാസം, വൈദ്യുതി, ആരോഗ്യം, റവന്യൂ എന്നീ വകുപ്പുകളാണ് വ്യത്യസ്ത ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് അമ്പ് പ്രദക്ഷിണവും തുടർന്ന് കൽവിളക്ക് തെളിയിക്കലും നടത്തുന്നത്. കൃഷിവകുപ്പ് നടത്തിയ അമ്പിന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ AJ വിവൻസി നേതൃത്വം നൽകി. എളവള്ളി കൃഷി ഓഫീസർ രാകേഷ്, മുൻ കൃഷി ഓഫീസർ പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ അമ്പിന് പാവർട്ടി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. ശനിയാഴ്ച നടന്ന ദിവ്യബലി, ലതീഞ്ഞ്, നോവേന, പ്രദക്ഷിണം എന്നിവയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജൂനിയർ കാർമ്മികത്വം നൽകി. തുടർന്ന് നടന്ന പൊതുചടങ്ങ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജൂനിയർ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജൂനിയർ, ഫാദർ ആന്റണി കണനായ്ക്കൽ, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ, ജസ്റ്റിൻ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് YMCA സ്പോൺസർ ചെയ്ത കൊച്ചി ജൂഡ് തോമസ് ആൻഡ് ടീമിന്റെ DJ വാട്ടർ ഡ്രം ഫയർഗൺ ഫ്യൂഷൻ അരങ്ങേറി. ഞായറാഴ്ച ശ്രീനാരായണ നൃത്ത കലാമന്ദിരം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ വൈകിട്ട് 6 മണിക്ക് അരങ്ങേറി. ജനുവരി 4 മുതൽ 8 വരെയാണ് പ്രസിദ്ധമായ കമ്പിടി തിരുനാളാഘോഷം നടക്കുന്നത്. SFI കണ്ടാണശ്ശേരി സമ്മേളനം നടന്നു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ഫാസിൽ നഗറിൽ ചേർന്ന സമ്മേളനം SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ശരത്ത് കണ്ടാണശ്ശേരി, MS ഹർകിഷൻ തുടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. VA കൃഷ്ണേന്ദു രക്തസാക്ഷി പ്രമേയവും അജ്മൽ ചൊവ്വലൂർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. SFI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V അരവിന്ദ് പ്രവർത്തന റിപ്പോർട്ടിന്റെയും ഏരിയ പ്രസിഡന്റ് KP മാളവിക സംഘടനാ റിപ്പോർട്ടിന്റെയും അവതരണം നിർവഹിച്ചു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KG പ്രമോദ്, കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം MV സന്തോഷ്, TK കുമാരൻ, DYFI മേഖലാ ഭാരവാഹികളായ TK സുവീഷ്, VA അരുൺ, KA ഷിനാസ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ശിവപ്രസാദ് കരിയന്നൂർ പ്രസിഡന്റ്, അജ്മൽ ചൊവ്വലൂർ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം സ്മിതം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വർജിത സഭ വാർഡ് 5 ഗ്രാമസഭയിൽ നടന്നു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ലത്തീഫ് ക്ലാസ് നയിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കുചേരണമെന്ന് ലത്തീഫ് പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ ബിന്ദു മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അലി കോട്ടൂർ, PTA കമ്മിറ്റി അംഗങ്ങളായ സാബു ഐനൂർ, ബിനു ചെറുതുരുത്തി, പ്രിൻസിപ്പൽ ജനീർലാൽ, പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ, സ്കൂൾ ലീഡർ മുഹമ്മദ് ഇർഫാൻ, നൂറ AS, രജീഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ കായിക സാമൂഹ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന തറയിൽ റഷീദിനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. റഷീദ് സ്മാരക സമിതി ചെയർമാൻ KPR റഷീദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ മുഖ്യാതിഥിയായി. റഷീദിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കായിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കായിക അധ്യാപകൻ AR സഞ്ജയന് സമ്മാനിച്ചു. കായിക മേഖലയിൽ മികവ് പുലർത്തിയ പാർത്ഥസാരഥി P റജി, S വൈഷ്ണവി, അന്നാമോൾ ബിജു, S അഭിമന്യു, MV നവീൻ എന്നിവരെ ആദരിച്ചു. ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ, സുരേഷ് കുമാർ ചങ്കത്ത്, റഷീദ് അമ്പലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട്ടെ പ്രദേശവാസികൾക്ക് പുതുവത്സര സമ്മേളനമായി സംസ്ഥാന സർക്കാരിന്റെ K-സ്റ്റോർ ICA വട്ടമ്പാടം സെന്ററിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ ചുരുക്കം ചില റേഷൻ സാധനങ്ങൾ നൽകിവരുന്ന പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൗഹൃദ സേവനങ്ങൾ നൽകാൻ ഉതകും വിധം മാറ്റിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതാണ് കേരള സ്റ്റോർ എന്ന K-സ്റ്റോർ. റേഷൻ കടകളിൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് പല റേഷൻ വിഹിതങ്ങളും വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയും റേഷൻ കാർഡുകൾ തന്നെ ഇന്ന് പല നിറത്തിലിറക്കി വിവേചനം നൽകുക വഴി പല ആനുകൂല്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇന്ത്യക്ക് തന്നെ മാതൃകയാകും വിധം K-സ്റ്റോർ പ്രാബല്യത്തിൽ വരുത്തുന്നതെന്ന് MLA പറഞ്ഞു. ഈ ഇന്ത്യക്കാകെ മാതൃകയായ ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. അത് K-സ്റ്റോർ എന്ന് പറയുന്ന പദ്ധതി. ഈ K-സ്റ്റോറിന്റെ പ്രത്യേകത ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ K-സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് പാചക ഗ്യാസ് കിട്ടും. സാധാരണ പാചക ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്ത ഗ്യാസ് ഏജൻസിയിൽ നിന്നാണ് കിട്ടുക. ഇത് ചെറിയ ചോട്ട ഗ്യാസ് എന്ന് പറഞ്ഞാൽ എത്ര kg വരെ ഉള്ള എന്ന് പറഞ്ഞാൽ ഗ്യാസ് നമുക്ക് വാങ്ങി ഒക്കെ ചന്തയിൽ കൊണ്ടുപോയിട്ടാണ് വിൽക്കുക. എന്നാൽ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങള് ഈ കടയിൽ കൊണ്ടുവന്ന് വിൽക്കാം.
അവരെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ ഇവിടെ ആ സാധനങ്ങൾക്ക് അവർക്ക് വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി റേഷൻ കാർഡ് പുതിയതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കേണ്ട കാര്യമല്ല. ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. ഓൺലൈനായിട്ട് റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇവിടെ കൊടുക്കാം. 5 കിലോ വരെയുള്ള പാചക ഗ്യാസ്, വീടുകളിലുണ്ടാക്കുന്ന കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനം, റേഷൻ കാർഡുകൾ പുതുതായി എടുക്കുവാനുള്ള ഓൺലൈൻ അപേക്ഷ, 10,000 രൂപ വരെയുള്ള ബാങ്കിംഗ് ഇടപാടുകൾ കെ-സ്റ്റോർ മുഖാന്തരം നടത്താൻ കഴിയും. ശനിയാഴ്ച ICA വട്ടംപാടം റേഷൻ ഷോപ്പിന് സമീപം MK മുഹമ്മദ് ഉണ്ണിയുടെ ലൈസൻസിലാണ് കെ-സ്റ്റോർ ആരംഭിച്ചിട്ടുള്ളത്. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ വടക്കേക്കാട് റേഷനിംഗ് ഇൻസ്പെക്ടർ KN ബിനി സ്വാഗതം പറഞ്ഞു. ചാവക്കാട് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സാവിത്രിയമ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. റേഷനിംഗ് ഇൻസ്പെക്ടർ KR ബിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് ആദ്യ വിൽപ്പനയും MLA നടത്തി. CCTV ന്യൂസ് പുന്നയൂർകുളം. ഗുരുവായൂർ നഗരസഭ 27-ാം വാർഡ് ഹൗസിംഗ് ബോർഡ് കോളനിക്ക് സമീപം മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാനായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വാർഡ് കൗൺസിലർ VK സുജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്രാൻസിസ് ചീരൻ അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർ ശ്രീദേവി ബാലൻ, C ജോയ് ഫ്രാൻസിസ്, ബാലൻ വാർനാട്ട്, OJ പ്രിൻസ്, P സച്ചിൻ, മനീഷ്, നീലിമന തുടങ്ങിയവർ സംസാരിച്ചു. മേഖലയിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡ് കൗൺസിലർ അറിയിച്ചു. ഗുരുവായൂർ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നു. ബ്രഹ്മകുളത്ത് കാട്ടുപന്നി വ്യാപകമായി പച്ചക്കറി തൈകൾ നശിപ്പിച്ചു. ബ്രഹ്മകുളം കറുത്തെടുത്ത ഷീജയുടെ കൃഷിയിടത്തിലെ 150ഓളം ക്യാബേജ് തൈകളും വെണ്ട തൈകളുമാണ് നശിപ്പിക്കപ്പെട്ടത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇവർ തോട്ടം മറച്ച് സംരക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടും രക്ഷയില്ലാത്തതിനെ തുടർന്ന് തോട്ടത്തിൽ രാത്രി ലേറ്റിട്ടും ബോറപ്പ് എന്ന ജൈവപ്പൊടി കിഴികെട്ടി തൂക്കിയും കാട്ടുപന്നികളെ തുരത്താനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം മറികടന്നാണ് കാട്ടുപന്നികൾ കൂട്ടമായെത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി കർഷകർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മേഖലയിലെ മിക്ക കർഷകരും കാട്ടുപന്നികളെ തുരത്താൻ ഇതേ രീതികളെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. പകൽ സമയത്തും കാട്ടുപന്നികൾ കൂട്ടമായി നാട്ടിലിറങ്ങുന്നുണ്ട്. കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ പലപ്പോഴും ആക്രമണകാരികളുമാകാറുണ്ട്. പലരും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മതിൽക്കെട്ടിനകത്തും കാട്ടുപന്നികൾ എത്തുന്നുണ്ടെന്ന് മുൻ കൗൺസിലർ ജലീൽ പണിക്ക് വീട്ടിൽ പറഞ്ഞു. കാട്ടുപന്നികൾക്ക് പുറമെ മുള്ളൻ പന്നിയും മയിലും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. പ്രളയത്തിന് ശേഷമാണ് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായത്. ബ്രഹ്മകുളം, നെന്മിനി, മമ്മിയൂർ, പുത്തമ്പള്ളി എന്നിവിടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയ കർഷകർ കൃഷി ഉപേക്ഷിക്കാനുള്ള ആലോചനയിലാണ്. നഗരസഭ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ് ഗുരുവായൂർ. കുന്നംകുളം കുറുക്കൻപാറ സെന്ററിന് സമീപം മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച രാവിലെയാണ് നാട്ടുകാർ മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനമിടിച്ചതാകാമെന്നാണ് നിഗമനം. സംഭവം നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ജഡം നീക്കം ചെയ്യാൻ വൈകിയാൽ ദുർഗന്ധം വമിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. സംഭവത്തിൽ മുള്ളൻ പന്നിയെ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പഴഞ്ഞി മാർത്തോമ LP സ്കൂളിൽ നടത്തിയ സദസ്സിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും വിദ്യാർത്ഥികളും തമ്മിൽ സംവാദം നടന്നു. കാട്ടാക്കമ്പാൽ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത്, വില്ലേജ് ഓഫീസർ ഷാജു, അഭിഭാഷകൻ ധീരജ്, കുന്നംകുളം പ്രസ് ക്ലബ് സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതേഷ്, സീനിയർ സൂപ്രണ്ട് സുധാകരൻ, സബ് എഞ്ചിനീയർ ജിബിൻ K രാജു, PTA പ്രസിഡന്റ് അലി PM, ജനപ്രതിനിധികളായ ഷാജൻ മാസ്റ്റർ, ബബിത ഫിലോ, പ്രിൻസിപ്പൽ ജനീർല, രക്ഷിതാക്കൾ, NSS വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി സാമ്പത്തികോദ്ധാരണ സംഘം വാർഷികവും ഗുരുദേവ സന്നിധിയിൽ പുരാഘോഷവും നടന്നു. തെക്ക് വടക്ക് കമ്മിറ്റികളുടെ പൂരം വരവുകൾ ഗുരുദേവ സന്നിധിയിലെത്തി സമാപിച്ചതിനെ തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. മേളത്തിന് ചൊവ്വന്നൂർ സുധാകരനും സംഘവും നേതൃത്വം നൽകി. റെഡ് ഡോഗ്സ്, ഓയാസിസ്, ഗാങ്സ് ഓഫ് ചിറപ്പാടം എന്നീ ക്ലബ്ബുകളുടെ കാവടി വരവ്, ശിങ്കാരി മേളം, നാഗസ്വരം, തെയ്യം വരവ് എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് CS അരവിന്ദാക്ഷൻ, സെക്രട്ടറി MV ബാബു, KR സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി. സംഘം പ്രസിഡന്റ് CS അരവിന്ദാക്ഷന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കി വിദ്യാർത്ഥികളെ ആദരിച്ചു. തെക്ക് ഭാഗം ഗുരുദേവ നാടക കമ്മിറ്റി നേതൃത്വത്തിൽ കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് എന്ന നാടകത്തിന്റെ അവതരണവും ഉണ്ടായി. യുണൈറ്റഡ് ഫ്രെയിംസിന്റെ ബാനറിൽ ഷിഹാസ് തൈക്കാട്ടിൽ നിർമ്മിച്ച് മൻസൂർ ചാവക്കാട് സംവിധാനം ചെയ്ത പൊന്നോടക്കുഴൽ എന്ന ഭക്തിഗാന ആൽബത്തിന്റെ ആദ്യ പ്രദർശനം നടന്നു.
കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം വാസ്തുവിദ്യ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. പ്രവാസി വ്യവസായി പനങ്ങാട്ട് അയ്യപ്പൻ മുഖ്യാതിഥിയായി. വായനശാല സെക്രട്ടറി VK ദാസൻ, ആൽബത്തിലെ അഭിനേതാക്കളായ ജഗൻ, ഹിമ വിപിൻ, ഗാനരചയിതാവ് സത്യൻ കോട്ടപ്പടി, JK ഗുരുവായൂർ, C ഹരിദാസ്, ഷനൂദ്, മനോജ് എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരണം നടത്തിയ ആൽബത്തിന്റെ സഹസംവിധാനം സുമീഷ് ഗുരുവായൂർ, ക്യാമറ എഡിറ്റിംഗ് ദാസ് K മോഹൻ, കഥ തിരക്കഥ ജഗൻ കണ്ടാണശ്ശേരി, KC ഉസ്മാൻ ചാവക്കാട്, സംഗീത സംവിധാനം P ഗിരീഷ്, ആലാപനം ഉണ്ണിമേനോൻ എന്നിവരാണ് അണിയറ പ്രവർത്തകർ. ജഗൻ കണ്ടാണശ്ശേരി, ഹിമ വിപിൻ എന്നിവർക്കൊപ്പം മാധവൻ കല്ലാട്ട്, അശ്വിനി T നായർ, ജയദി ഷിഹാസ്, സായിശ്രീ ജയകൃഷ്ണൻ, മൻസൂർ ചാവക്കാട് എന്നിവരുമാണ് ഭക്തിഗാന ആൽബമായ പൊന്നോടക്കുഴലിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രദർശനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. CCTV ന്യൂസ് കേച്ചേരി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലമ്പുറം സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിന്റെ സെന്ററിലുള്ള ജോർജ് കുരിശുപള്ളിയുടെ പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക വികാരി ഫാദർ പ്രിൻസ് കോലാടിയുടെ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും തുടർന്ന് നേർച്ച വിളംബരം ഉണ്ടായി. ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ പ്രിൻസ് കോലാടിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, തുടർന്ന് പള്ളിയിൽ നിന്ന് കല്ലമ്പുറം സെന്ററിലേക്ക് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണവും സഭയുടെ പരമാധ്യക്ഷൻ സെറിൽമാർ ബെസേരിയസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ധൂപപ്രാർത്ഥനയും സാഹിക വാഴവും നേർച്ച വിളംബരം നടന്നു. ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ സംബന്ധിച്ചു. കുരിശുപള്ളിയുടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പ്രിൻസ് കോലാടി, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയകാല ഓർമ്മകൾ പങ്കിട്ട് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 20 വർഷങ്ങൾക്ക് ശേഷം വിദ്യാലയമുറ്റത്ത് ഒരുമിച്ച് കൂടിയ പഴയ വിദ്യാർത്ഥികൾക്ക് സംഗമം ഓർമ്മകളുടെ വേലിയേറ്റ അനുഭവമായി മാറി. പഠിച്ച ക്ലാസ് മുറികളും വരാന്തകളും മാഞ്ഞുപോയെങ്കിലും വിദ്യാലയമുറ്റത്തിലൂടെ നടന്ന് അവർ മധുരം നിറഞ്ഞ കൗമാരത്തിന്റെ ഓർമ്മകളെ താലോലിച്ചു. സ്കൂൾ ഹാളിൽ പുതുവത്സര ദിന ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് PG ജയപ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ VB ശ്യാം, SMC ചെയർമാൻ AM റഷീദ്, അധ്യാപിക VK സരിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് സ്പോർട്സ് കിറ്റ് സമ്മാനിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. പൂർവ്വ വിദ്യാർത്ഥികളായ എൽഡിൻ, CM സദീപ്, അനീഷ്, ഗീത, പ്രിയ, പ്രീതി, ധന്യ, നിഷിത എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്ത് 1-ാം വാർഡ് പാറൻപടി കടപ്പുറത്ത് തീപിടുത്തം. ഫയർഫോഴ്സ്, മഹാത്മാ ക്ലബ് പ്രവർത്തകർ ഒരുമിച്ച് നടത്തിയ രക്ഷാപ്രവർത്തന ശേഷം വൻ നാശനഷ്ടം ഒഴിവായി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപത്തുള്ള മാർ ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവ ഉണ്ടായി. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ നടന്നു. വൈകിട്ട് അങ്ങാടി ചുറ്റി പ്രദക്ഷിണം, ആശീർവാദം, പുതുസദ്യ എന്നിവയും നടന്നു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, കൈസ്ഥാനി CJ സന്തോഷ്, സെക്രട്ടറി സലിൻ സൈമൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പഴഞ്ഞി ചിറ്റത്താഴം കോൾപ്പടവിലെ മോട്ടോർപുരയിൽ നിന്ന് കേബിൾ മോഷണം പോയി. മീറ്ററിന് 800 രൂപയോളം വില വരുന്ന 50 മീറ്ററോളം കേബിളുകളാണ് നഷ്ടപ്പെട്ടത്. 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കോൾപ്പടവ് പ്രസിഡന്റ് KM ഹനീഫ, സെന്റർ AY ഹമീദ് എന്നിവർ പറഞ്ഞു. വെട്ടിക്കടവ് കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവിൽ നിന്ന് മുൻപ് കേബിളുകൾ നഷ്ടപ്പെട്ടിരുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കോൾപ്പടവിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കേബിൾ മോഷണം കർഷകർക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. രാത്രി വരെ ഞങ്ങൾ വലിയ പ്രശ്നം 8 മണിക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ വന്ന് നോക്കിയിട്ട് പോയിട്ട് കാലത്ത് വെള്ളം തുറക്കാൻ വന്ന് നിൽക്കുന്ന നേരത്താണ് നമ്മൾ അകത്ത് കടന്നു നോക്കുമ്പോഴാണ് ഇങ്ങനെ കേബിൾ നഷ്ടപ്പെട്ട ഇവർ അറിയണത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്കൊരു 48-50 മീറ്ററോളം പോയിട്ടുണ്ട്. ഒരു വയറ് 8 മീറ്ററോളം നീളം ഉണ്ടായിരുന്നു. അതേമാതിരി 6 പീസുകൾ ഊരി വെച്ച് പീസിൻ്റെ കംപ്ലീറ്റ് ഊരി വെച്ചിട്ടാണ് കിടക്കുന്നത്. നേരത്തെ പൊട്ടിച്ചിട്ടുണ്ട് പീസ് കംപ്ലീറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ SP ഓഫീസിൽ നമ്മളെ ഗ്രൂപ്പുണ്ട്, അതിൽ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നിട്ട് എന്നോടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. ഞായറാഴ്ച ആയതുകൊണ്ടാണ് വിചാരിക്കുന്നത്. പുന്നിയൂർ അകലാട് കാട്ടിലെ പള്ളി ഷൈഖ് ബഹാവുദ്ദീൻ കുഞ്ഞിത്തങ്ങൾ അവരുടെ മകാമുറുസിന് ഞായറാഴ്ച നടത്തിയ ഭക്ഷണ വിതരണത്തോടെ സമാപനമായി. ഡിസംബർ 20 രാവിലെ മൗലിദ് പാരായണത്തിന് ശേഷം കാട്ടിലെ പള്ളി ഖത്തീബ് KP മുഹമ്മദ് മുസ്ലിയാർ
കൊടിയേറ്റം നിർവഹിച്ചാണ് ഉറൂസിന് തുടക്കം കുറിച്ചത്. 21 മുതൽ ഖുർആൻ പാരായണവും 27 മുതൽ പ്രഭാഷണവും ഉണ്ടായി. തൊടുപുഴ ഹാഫിസ് അൻവർ മന്നാനി, ഷമീർ ദാരിമി കൊല്ലം, മുസ്തഫ ബാക്കവി തെന്നല എന്നിവരുടെ പ്രഭാഷണമുണ്ടായി. 29 വെള്ളിയാഴ്ച മഗ്‌രിബ് നമസ്കാരാനന്തരം ദിക്ർ മജ്ലിസും നടന്നു. ശനിയാഴ്ച രാവിലെ ചക്രക്കഞ്ഞി വിതരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടത്തിയ ദുആ സമ്മേളനത്തിൽ സയ്യിദ് മോഹസിൻ അലവി കോയ തങ്ങൾ കുഞ്ചിലം നേതൃത്വം നൽകി. സമദ് സക്കാഫി മായനാട് പ്രഭാഷണം നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെയായിരുന്നു ഭക്ഷണ വിതരണം നടത്തിയത്. കാട്ടിലപ്പള്ളി ഖത്തീബ് മുഹമ്മദ് അലി മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. തുടർന്ന് 2 ടീമുകളിലായി 40ഓളം തൊഴിലാളികൾ പാകം ചെയ്ത ഭക്ഷണം നൽകി. 175 ചാക്ക് അരിയാണ് ഭക്ഷണം പാകം ചെയ്യാനായി വിനിയോഗിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക കൗണ്ടറും പുരുഷന്മാർക്കായി പ്രത്യേക കൗണ്ടറും ഒരുക്കിയിരുന്നു. ജാതിമത ഭേദമന്യേ നിരവധി പേർ ഭക്ഷണത്തിനായി എത്തിച്ചേർന്നു. വരിയിൽ നിന്നിരുന്ന അവസാന പേർക്കും ഭക്ഷണം ലഭിച്ചെന്ന് ഉറപ്പിച്ച ശേഷമാണ് അന്നദാനം സമാപിച്ചത്. ഇതോടെ മഖാം ഉറൂസിനും സമാപനമായി. പരിപാടികൾക്ക് പ്രസിഡന്റ് കെ വി അബ്ദുൽ കരീം, സെക്രട്ടറി എ വി ജാബിർ, ട്രഷറർ കെ വി സുലൈമാൻ, മറ്റു ഭാരവാഹികളായ കമറുദ്ദീൻ, അബ്ദുൾ റഹ്മാൻ കുട്ടി, എം എച്ച് മുഹമ്മദ് കുട്ടി, അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. താലശ്ശേരി CSI സെന്റ് ലൂക്സ് പള്ളിയിൽ സൺഡേ സ്കൂൾ വാർഷികവും ക്രിസ്മസ് സന്ദേശവും നടത്തി. ഓട്ടുപാറ പള്ളി വികാരി ഫാദർ സാബു കെ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് സന്ദേശവും നൽകി. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സാം മാത്യു ക്രിസ്മസ് സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളുണ്ടായി. ഫാദർ സാബു കെ ചെറിയാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൺഡേ സ്കൂൾ വാർഷികത്തിന് ലീലാമ ജോൺ സ്വാഗതവും സൺഡേ സ്കൂൾ പ്രധാന അധ്യാപിക ജോൾസി മാത്യൂസ് നന്ദിയും പറഞ്ഞു. വികാരി ഫാദർ KC ജോൺ, പള്ളി ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റിയുടെയും തൈക്കാട് VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മനുഷ്യനും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും സർവേയും നടത്തി. ചെമ്മണ്ണൂർ SMUP സ്കൂളിൽ നടക്കുന്ന സമന്വയ സപ്തദിന ക്യാമ്പിൽ സംഘടിപ്പിച്ച സെമിനാറിൽ റിട്ടയർഡ് DMO CB വത്സലൻ ക്ലാസ് നയിച്ചു. തുടർന്ന് NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ബോധവൽക്കരണ സർവേയും നോട്ടീസ് വിതരണവും നടത്തി. യൂത്ത് വിംഗ് ഭാരവാഹികളും കുട്ടികളുമായി ഇന്ത്യ വളർച്ചയുടെ പാതയിൽ എന്ന വിഷയത്തിൽ സംവാദവും സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് NM വിഷ്ണു, സെക്രട്ടറി CJ അമൽ, ജോയിന്റ് സെക്രട്ടറി KS ശ്രീരാഗ്, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ജിഷ, അധ്യാപകരായ ഗലീന, രഞ്ജി, ചിത്ര, വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ലീഡർമാരായ ആദർശ് കൃഷ്ണ സ്വാഗതവും കൃഷ്ണ RU നന്ദിയും പറഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫാമിലി കോൺഫറൻസ് മണ്ഡലം തല പ്രചരണോദ്ഘാടനം നടന്നു. ചാവക്കാട് മുനിസിപ്പൽ ചതുരത്തിലാണ് ജില്ലാ കുടുംബ സംഘം നടക്കുക. എടക്കൽ സലഫി മസ്ജിദ് പരിസരത്ത് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി അൻവർ അബൂബക്കർ നിർവഹിച്ചു. ഹാരിസ് ആറ്റൂർ വിഷയാവതരണം നിർവഹിച്ചു. ഉസ്മാൻ ബദർപള്ളി ആമുഖ അവതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി മന്ദലാകുന്ന് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരുവത്ര സ്വാഗതവും റഫീഖ് അഗലാട് നന്ദിയും പറഞ്ഞു. ചർമ്മം ചെറുമനങ്ങാട് നെടുകണ്ണിയിൽ പരേതനായ രാമൻ മകൻ ജയൻ NR നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം പള്ളം പുണ്യതീരത്ത് നടന്നു. ജാനകി ബാലയും ഹരീഷ്, ജനീഷ എന്നിവർ മക്കളുമാണ്. പുന്നൂർക്കുളം ആൾത്തറ കടിക്കാട് തേജസ് വീട്ടിൽ ഗോപി നായർ എന്ന AK മുകുന്ദൻ നിര്യാതനായി. സംസ്കാരം നടത്തി. പങ്കജവല്ലിയാണ് ഭാര്യ. മുകേഷ്, മുനീഷ്, മോനിഷ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പുതുപ്രതീക്ഷകളോടെ ലോകം 2024 വരവേൽക്കാനായി ഒരുങ്ങുന്നു. നാടാകെ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കർശന നടപടികളുമായി പോലീസ്. കേച്ചേരി മത്തനങ്ങാടിയിൽ വീട്ടിൽ കയറി അമ്മയെയും മകനെയും ആക്രമിച്ച കേസ് 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റാട്ടുകര കമ്പടി തിരുനാളിന്റെ ഒരുക്കങ്ങളാകുന്നു. വിവിധ വകുപ്പുകൾ കൽവിളക്ക് തെളിയിച്ചു. 254 കമ്പടി തിരുനാളിന്റെ ഭാഗമായി തിരുനാളിന് മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അമ്പും കൽവിളക്ക് തെളിയിക്കലിനും തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരുന്ന പ്രധാന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.com.